അല്ല അന്ന് ഇവന്റെടുക്കും പണിയല്ലേ ഇവന്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മുമ്പ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ പ്രോഗ്രാം കഴിയാതെ കണ്ടുപിടിക്കുന്നത് കാരണം എല്ലാ ടെൻഷനും നമ്മുടെ ആൾക്കാരുമേ അല്ല നമ്മുടെ ഞാനൊരു ഡ്രസ്സ് ഇതൊക്കെ ചെയ്തു വന്നെങ്കിലും പരിപാടി തുടങ്ങി ക്ഷണിക്കുന്ന എൻ്റെ ശിഷ്യങ്ങൾ എവിടെ ഇരിക്കുന്നു I think my performance is very wonderful. Silence. എല്ലാവർക്കും നമസ്കാരം. പറയാൻ പറ്റില്ല, പറയണേ പറയാം.
അവിടെ ക്യാമറമാൻ അവിടെ ഏത് ക്യാമറ അപ്പോ അതല്ലേ ക്യാമറമാൻ പറഞ്ഞു റെഡിയല്ലേ వ్యసన సమేతం బంధుమిత్రులుగా ఆల్ ద బెస్ట్. സ്ക്രിപ്റ്റ് എവിടെ ടീം ഫുള്ളോ എല്ലാവരും എല്ലാവരും ക്യാമറമാൻ ഓക്കെ അല്ലേ അത് നമുക്ക് നിലവിളൊക്കെ ഒന്ന് ബാക്കിലേക്ക് മാറ്റിച്ച് ബാബു സൈഡിലേക്ക് വെച്ചോ എടുത്തോട്ടെ ഇവിടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഏട്ടാ എല്ലാവരും ഇവിടെ വയ്ക്കോ ഇവിടെ ഏട്ടാ ചീഫ് ടെക്നീഷ്യൻസ് ഏത് ക്യാമറയിൽ നോക്കണമെന്ന് പറയണേ ഇവിടെ ഇവിടെ ഓക്കെ എല്ലാവരും കുറച്ച് ബാക്കോട്ട് എല്ലാവരും ബാക്കോട്ട് കുറച്ച് ബാക്കിലേക്ക് പ്ലീസ് ഓക്കെ റെഡി ഓക്കെ റെഡി ആണ്ടാ ഇവിടെ നോക്കിക്കോട്ടാ ഇരിക്കാൻ പാടില്ല എല്ലാവരും വൺ മോർ ഇവിടെ പടത്തിലെ ആർട്ടിസ്റ്റുകളായിട്ട് നമ്മുടെ പടത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും ഓക്കെ എല്ലാവരും ഇരിക്കാൻ പോയിക്കോട്ടാ
ഓക്കെ. നമസ്കാരം. ഞാൻ WBTSൻ്റെ ബാനറിൽ ഷൈൻ സ്ക്രീനുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്ന ആദ്യ സിനിമയാണ്. വാഴയ്ക്ക് ശേഷം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മൂവി. അപ്പോൾ അതിൽ ഞാനൊരു പുതിയ റൈറ്റർ ഡയറക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പുള്ളിയുടെ പേരും വിപിൻ തന്നെയാണ്, വിപിൻ എസ്. അതിലൂടെ ക്യാമറാമാൻ നമ്മുടെ റഹീം അബൂബക്കർ, പിന്നെ വേറെയും പുതിയ ആൾക്കാരുണ്ട്, കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അനശ്വര, അസിസ്റ്റൻ്റ് മങ്ങാട്, സണ്ണി, ജോമോൻ, നോബി, പിന്നെ മല്ലിക ചേച്ചി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നു കുറേ കാലത്തിന് ശേഷം. അപ്പം ഒരു രസമുള്ളൊരു ഫാമിലി മൂവിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡയറക്ടറിനോട് കൊടുക്കാം. വളരെ സന്തോഷം. എൻ്റെ ഫസ്റ്റ് സംവിധാന സംരംഭമാണ്. അപ്പോൾ എനിക്ക് പിന്തുണ വന്നുകൊണ്ട് വിപിൻദാസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രൂ മുഴുവനുണ്ട്. അതാണ് എൻ്റെ വലിയൊരു അനുഗ്രഹവും ആത്മവിശ്വാസവുമെല്ലാം. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷകരമായിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ട് അങ്ങേയറ്റം ശ്രദ്ധയോട് കൂടിയിട്ട് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്ത് ഈ സിനിമ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. വളരെ രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണിത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നമസ്കാരം. ഓക്കെ പറയടാ. അപ്പം പടം ഇന്നിപ്പോൾ പൂജ കഴിഞ്ഞേ ഉള്ളൂ. പടത്തിൻ്റെ ടൈറ്റിൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നാണ്. അപ്പം വിപിൻ പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ WBTS വിപിനായിട്ട് ഗുരുവായൂരിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പടം തുടങ്ങാണ്. അപ്പോൾ ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഓക്കെ പോരെ പോരെ. പ്രത്യേകത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, ഒരു സ്റ്റോറി ലൈനാണ്. മൊത്തം ഹ്യൂമറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. എൻ്റെ ക്യാരക്ടറും അങ്ങനെ തന്നെ ആയിരിക്കും കാര്യം. ഇപ്പൊ അടുത്ത് ചെയ്ത കുറച്ച് പടങ്ങളെല്ലാം കോമഡി ടൈപ്പ് ആണ്, എന്റർടൈൻമെന്റ് ആണ്. അപ്പം ഇനി അത് തന്നെ പിടിച്ചു പോകാനുള്ള പ്ലാൻ? അങ്ങനെയൊന്നുമില്ല. ഇത് പറഞ്ഞ പോലെ നല്ലൊരു കഥാപാത്രം വന്നു, അത് ചെയ്തു. അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. തുടർന്നുള്ള സിനിമകൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു പടം അനൗൺസ് ചെയ്തിട്ടില്ല. ഫസിൽ പ്രൊഡക്ഷൻസിൻ്റെ ഒരു പടം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ് വർക്ക് നടക്കുന്നു. ബാക്കിയൊന്നും ഒഫീഷ്യലി ഇപ്പോൾ ആസിഫ് അലി പടത്തിൻ്റെ റിലീസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ 2-3 പടം ഇപ്പോൾ റിലീസ് ആവാനുണ്ട്. ഓക്കെ, താങ്ക് യു. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാൻ അനശ്വര, കുറേ പേരുണ്ട്, ജോമോന്. അപ്പം ഒരു പരിപാടി പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. രണ്ട് വിപിൻ, അതായത് വിപിൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പേര് വിപിൻ എന്നാണ്, പ്രൊഡ്യൂസറിൻ്റെ പേര് വിപിൻ ദാസ് എന്നാണ്. അപ്പം പുതിയൊരു പ്രോജക്റ്റ് ഇന്ന് തുടങ്ങുന്നു. ഭയങ്കര സന്തോഷമാണ്. സിനിമയെ പറ്റി പറയാറൊന്നും ആയിട്ടില്ല, പടം ഇന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ, അത് തന്നെയാണ് ആ പടത്തിൻ്റെ എല്ലാം. അത് പോകെ പോകെ അപ്ഡേറ്റുകളുണ്ടാകും. ക്യാരക്ടർ എന്ന് വെച്ചാൽ അനശ്വരയുടെ പേരായിട്ടാണ് വരുന്നത്. അപ്പം കൂടുതലൊന്നും ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. അപ്പം ഇന്നലെ മുടിയൊക്കെ വെട്ടി ഇപ്പോൾ ഒരു വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്ഡേറ്റുകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വാഴ 2 ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. അതെ. അപ്പം എങ്ങനെ അതിനെ കാണുന്നു? അതിലുണ്ടോ ഇനി അങ്ങോട്ടുള്ള? വാഴ 2ൻ്റെ പരിപാടികൾ നടക്കുന്നതേ ഉള്ളൂ. അടുത്ത വർഷം ആദ്യത്തേക്കിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ പരിപാടികളും നടക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും വാഴ 2 ഉണ്ടാവും. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഹാഷിർ ആൻഡ് ഗ്യാങ്ങിൻ്റെ ഒരു പടമായിരിക്കും അത് കൂടുതലും. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഇതല്ലാതെ തുടർന്നുള്ള പ്രോജക്റ്റ് ഇനിയിപ്പോൾ മരണമാസമാണ്. പരാക്രമം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. 22-ാം തീയതി പരാക്രമം ഇറങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന മരണമാസം എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അത് ഞാൻ സ്ക്രിപ്റ്റൂടെ ചെയ്തിരിക്കുന്നൊരു പ്രോജക്റ്റാണ് മരണമാസം. അത് കഴിഞ്ഞിട്ട് വ്യസന സമേതം, പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ നടക്കും ഷൂട്ടിൻ്റെ. അപ്പം താങ്ക് യു. ഇതൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്തേക്കണേ. വിപിൻ ദാസ് ചേട്ടൻ എന്താണ് പറഞ്ഞ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വിപിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വാഴയ്ക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാനുണ്ട്, സിജു, അനശ്വര, നോബിച്ചേട്ടൻ, നമ്മുടെ അസീസക്ക, അരുൺ, ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. വിപിൻ എസ് ചേട്ടനാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ്.
അപ്പം അതിൻ്റെ ഡയറക്ടറും ഞാനുമായിട്ട് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അഞ്ചിൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞ്. പുള്ളിയായിട്ട് കമ്പനിയാണ്. പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. മൊത്തം കോമഡി വൈബാണ്. കുറച്ച് പരിപാടികൾ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് പതുക്കണം. അങ്ങനെയാകുമ്പോഴത്തേക്കും പതുക്കെ മാറാം. എന്തൊരു ആരും അംഗീകരിക്കുമെന്ന് എനിക്കറിയാം. പതുക്കെ നടന്നായിരിക്കും. ഈ ടീമിൽ തന്നെ തുടർന്ന് വേറെ കമ്മിറ്റി ഉണ്ട്. ഇപ്പം ജോൺ പോളിൻ്റെ പടം ചെയ്തിട്ടുണ്ട്. നോവല് ഭയങ്കര ഇഷ്ടമാണ്. പ്രേക്ഷകർ ഭയങ്കര പരമ്പര കയ്യിലേക്കാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാറുണ്ടോ? ആൾക്കാർ സംസാരിക്കാറുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? തിയേറ്ററിൽ മഴ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ടു. കുറേ കാര്യങ്ങളും പറ്റുന്നു.